ഇപ്പം ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം തൃശ്ശൂരുകാർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിനമാണ്. അപ്പം ഗായത്രി ഒരു തൃശ്ശൂർക്കാരിയാണ്. അപ്പം എങ്ങനെയാണ്? ഒരുപാട് സന്തോഷമുണ്ട്. സുരേഷ് ഏട്ടൻ ഇത്രയും നാൾ എടുത്ത പ്രയത്നത്തിന് ഫലമുണ്ടായി. ആളുടെ ഇത്രയും എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. പങ്കെടുത്ത പാർട്ടിസിപ്പേറ്റ് ചെയ്ത 3 പേർക്കും കൺഗ്രാറ്റുലേഷൻ. അത്ര എനിക്കെന്താ അറിയാം, എനിക്ക് ശരിക്കുള്ള വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല. ഓൾ ദ വെരി ബെസ്റ്റ് സുരേഷ് ഏട്ട. വലിയൊരു ചരിത്രമാണ്. ഇതിലും വലിയൊരു ചരിത്രം കുറിക്കാൻ താങ്കൾക്ക് പറ്റട്ടെ, താങ്കളുടെ പ്രവർത്തികളിലൂടെ ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സോ ഹാപ്പി, സോ ഹാപ്പി. ഞാൻ ഇത്രയും നേരം ടിവിയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല, എന്താണെന്ന് ആലോചിച്ചിട്ട്. പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സുരേഷ് ഏട്ടൻ വരുമ്പോൾ? പ്രതീക്ഷകൾ എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ നല്ല ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്. സോ അത് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പ്രതിഫലിക്കും. അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും. അദ്ദേഹം നന്നാവുമ്പോൾ നാട് ഓട്ടോമാറ്റിക്കലി നന്നാവും. സോ അത് എനിക്ക് നല്ല ഉറപ്പുണ്ടാകാൻ. ഇദ്ദേഹം 10 വർഷം മുൻപ് തൃശ്ശൂർ എനിക്ക് വേണോ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിങ്ങൾ എനിക്ക് തരണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇന്ന് ജനങ്ങൾ തൃശ്ശൂര് സുരേഷേട്ടന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് അദ്ദേഹത്തിന്റെ പെർസിസ്റ്റൻസും കമ്മിറ്റ്മെന്റും തന്നെയാട്ടോ. അത് ആൾക്കാർക്കും തോന്നി, ഒന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥത കണ്ടുകൂടെ നിന്ന് തന്നെയാണ്. ഗായത്രിയുടെ സഹപ്രവർത്തകനാണ്, പിന്നെ അതുപോലെ ചേട്ടനൂടെയാണ്. ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? എനിക്കെന്തോ ഈ പ്രാവശ്യം എല്ലാവർക്കും തോന്നുന്ന പോലെ ഒരു ആറ്റ്മോസ്ഫിയറും എല്ലാം കൂടി നോക്കുമ്പോൾ എന്തോ എന്റെ മനസ്സിലൊരു ഫീൽ ഉണ്ടായിരുന്നു. യെസ്, മേ ബി എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. മാറ്റം അനിവാര്യമായിരുന്നു. ഒരു മാറ്റം, ചേഞ്ച് ഇസ് ദി ഓൺലി കോൺസ്റ്റൻസി. അതേപോലെ നമ്മുടെ മോദിജിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂര്. അപ്പൊ അതൊക്കെ ഈ ഒരു വിജയത്തിന് കാരണമായി എന്ന് തോന്നുന്നുണ്ടോ? അത് ഭയങ്കരമായിരുന്നല്ലോ. ഇവിടെ വന്ന് ഭയങ്കര ഒരു ഓളുണ്ടാക്കിയ ഒരു ചടങ്ങായിരുന്നു. ഒബ്വിയസ്ലി മോദിജിയാണല്ലോ. അപ്പൊ അതും എല്ലാരും കൂടി ഒരുമിച്ച് നിന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. സുരേഷ് ഏട്ടൻ വരുന്നതിലൂടെ തൃശ്ശൂരിന് എന്തൊക്കെ മാറ്റം സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അതായത് പ്രാക്ടിക്കൽ ഡെവലപ്മെന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആൾക്കാരുടെ കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റങ്ങൾ, മനസ്സിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലീഡർ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ സുരേഷ് ഗോപിയുടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് മത്സരിച്ച് വിജയിക്കുന്നത്. ആദ്യത്തെ 2 വട്ടം മത്സരിച്ചപ്പോൾ പരാജയം ഉണ്ടായിരുന്നു. അതിനൊരുപാട് പഴി കേട്ടിരുന്നു സമൂഹത്തിലായാലും. തൃശ്ശൂർ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട്. ഈ ഒരു പരിഹാസത്തിനൊക്കെ ഒരു മറുപടി അല്ലേ ശരിക്കും ഈ വിജയം എന്ന് പറയുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, അദ്ദേഹം അതിനൊന്നും ചെവി കൊടുത്തില്ല. അതിനെ ചെവി കൊടുക്കാതെ മറ്റേതിൽ ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് അത് വേണം എന്നുള്ള രീതിക്ക് തന്നെ, ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കിത് വേണം എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി പ്രവർത്തിച്ച് അത്രയും കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് എത്തിയതാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സിനിമയിൽ ഒരു നേതാവാണ് ഇപ്പോൾ സുരേഷ് ചേട്ടനായിട്ട് വരുന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഒരു സിനിമ പ്രവർത്തക എന്നുള്ള രീതിയിൽ സിനിമയിലുള്ള ഒരാൾ വരുന്നു? ഒബ്വിയസ്ലി ഒരു കലയുടെ ഒരു ടച്ചും കൂടി വരുമ്പോൾ എന്തെങ്കിലും അതിന്റെ ഒരു ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു സ്വാദ്, കലയുടെ ഒരു സ്വാദ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. അത് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷം ഉണ്ടാവും. ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സുരേഷ് ചേട്ടൻ പറയുന്നൊരു വാക്ക്, എന്നെ ജയിപ്പിച്ചത് പാർട്ടിക്കാരും ആരുമല്ല, എന്നെ ജയിപ്പിച്ചത് മനുഷ്യരാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ മനുഷ്യത്വം ഉള്ളിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് തൃശ്ശൂർ മൊത്തത്തിൽ ഇരുന്ന് വോട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. ഈ സുരേഷ് ചേട്ടന്റെ മനുഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ്? അത് അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ആളുടെ ഒരു സിംപ്ലിസിറ്റി വളരെ വ്യക്തമാണ്. അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും കൂടി വന്നപ്പോൾ ആൾ ശരിക്കും ഇറങ്ങി പ്രവർത്തിച്ചു. അപ്പൊ ആളുകൾക്ക് തോന്നി വൈ നോട്ട്, എന്തുകൊണ്ട് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ചേഞ്ചസ് അനിവാര്യമാണെന്ന് പറഞ്ഞ പോലെ ആൾക്കാരും കൂടെ നിന്നു. സുരേഷ് ചേട്ടൻ ഏതെങ്കിലും പ്രവൃത്തി ഉള്ളിൽ തട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യത്തിലൊക്കെ? അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരാളുടെ മുഖത്ത് നിന്ന് ഒരുപാട് നമുക്ക് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ആ ഒരു ശാന്തതയും ആ ഒരു സ്നേഹവും ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവൃത്തിന്ന് എടുത്തു പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ ആളുടെ മുഖത്തിൽ നിന്ന് ആ ഒരു പീസ് വളരെ വ്യക്തമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ചേട്ടനെ വോട്ടിന്റെ ചെയ്യുന്നതിന് മുന്നേ തന്നെ സുരേഷിന് ഒരുപാട് വിവാദങ്ങൾക്ക് ഇരയായ ഒരാളായിരുന്നു. ഇപ്പൊ ഒരു ജേർണലിസ്റ്റിന് എതിരായിട്ട് സംസാരിച്ച ഒരാള്, അതേപോലെ തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴായാലും
അങ്ങനെ ഒരുപാട് തരത്തില് മറ്റേ പള്ളിയില് മാതാവിന് കിരീടം വെച്ച് ഇത്തരത്തില് വിവാദങ്ങളുടെ ഇടയിൽ നിന്നും വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരം വിവാദങ്ങളും ഗായത്രിക്കും ഇതുപോലെ പല രീതിയിലും സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇത്തരം വിവാദങ്ങളോടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? സുരേഷ് ചേട്ടന്റെ ഇതായാലും ഗായത്രിയുടേതായാലും എനിക്ക് തോന്നുന്നു വിവാദങ്ങളും ചാലഞ്ചസും വേണമല്ലോ, അപ്പോഴാണല്ലോ വിജയത്തിന് കുറച്ചുകൂടി മധുരം ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇത്രയും ആള് എതിരേറ്റിട്ടും ആള് ഇവിടെ എത്തിയില്ലോ എന്നുള്ള ഒരു ഇത് എന്തായാലും ഉണ്ടാവും. ചാലഞ്ചസ് വേണം എന്നാണ് എനിക്ക് തോന്നണേ. വിവാദം ഇല്ലാതെ വെറുതെ നമ്മൾ ഒന്നുമില്ലാതെ എല്ലാവരും നമ്മളുടെ നല്ലത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് മറ്റേ വിജയ് പറയണ പോലെ എല്ലാവരും നമ്മളെ പിടിച്ചു പോകാനാ ബോറടിക്കാതെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഉള്ള വിജയിച്ച മത്സരാർത്ഥികളോടായാലും വരുന്നൊരു സ്ഥാനാർത്ഥികളോടായാലും എന്തൊക്കെയാണ് പറയാനുള്ളത്? ബി യുണീക്ക്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളതാണ്. ബി യുണീക്ക്, ബി വൺ ഓഫ് എ കൈൻഡ്. അത്രയേ ഉള്ളൂ. ഗായത്രിക്ക് എന്തൊക്കെ വികസനം ഇവിടെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് സുരേഷിന്റെ ഭാഗത്തുനിന്ന്? എന്തൊക്കെ വികസനം എന്നോ? ഇവിടെ തൃശ്ശൂരിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണുമല്ലോ. എയർപോർട്ട് ഇസ് എ ഗുഡ് തിങ്. പക്ഷെ ഇവിടുന്നായാലും സത്യം പറഞ്ഞാൽ ഐ എം വെരി ഹാപ്പി വിത്ത് തൃശ്ശൂർ ആസ് ഓഫ് നൗ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹം എന്തൊക്കെയാണ് മനസ്സിൽ കണ്ടിരിക്കണേന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും സാധാരണ ഒരു കോമൺ പേഴ്സൺ എന്നുള്ള നിലയിൽ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? അടുത്തറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സുരേഷ് ചേട്ടൻ. അപ്പം എന്താണ് ഒരു സജഷൻ പോലെ പറയാൻ പറ്റുന്ന എന്തോ ആയിരിക്കും? അങ്ങനെ സുരേഷ് ചേട്ടനെ നേരിട്ട് കാണുകയാണെങ്കിൽ ഗായത്രിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല, ഇത്ര വികസനങ്ങൾ എന്തൊക്കെയൊക്കെ വേണമെന്നൊക്കെ പറയാം. അതിപ്പോ സുരേഷ് ചേട്ടൻ്റെ പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ പറയാൻ തോന്നുവാണെങ്കിൽ എന്ത് പറയും ചോദിക്കുന്നു? ഇല്ലടോ, എനിക്ക് അങ്ങനെ സത്യമായിട്ടും എനിക്കൊന്നും പറയില്ല. എനിക്ക് നോക്കി കാണാനേ ഉള്ളൂ. കാരണം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി എന്തൊക്കെ വരണം. ഈ വികസനം എന്ന് പറഞ്ഞാൽ ഏത് ഡെപ്ത് വരെ പോകും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഐ എം ഹാപ്പി വിത്ത് തൃശ്ശൂർ. പക്ഷെ നമ്മളിങ്ങനെ കണ്ടറിയാണല്ലോ, ഓക്കെ ഇങ്ങനെ ചെയ്യാലോ ഇങ്ങനെ ചെയ്യാലോ ഇങ്ങനെ ചെയ്യാലോ. ബേസിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് രാഷ്ട്രീയം അറിയില്ല, അതുകൊണ്ടായിരിക്കാം. ഈ റിസൾട്ട് വന്നതിന് ശേഷം തൃശ്ശൂരുകാര് എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ, ഇൻസ്റ്റാഗ്രാം തുറന്ന് ഭയങ്കര ആഘോഷമാണ്. ഞാനിപ്പോ യൂട്യൂബ് കാണായിരുന്നു നിങ്ങൾ വരുന്നതിന് മുമ്പ്. വളരെ എല്ലാരും ഭയങ്കര ആഘോഷത്തിലാണ്. സുരേഷനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയായിരുന്നു, മെസ്സേജ് അയച്ചായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് സുരേഷ് ചേട്ടനായിട്ട് ഞാൻ ഇതുവരെ സുരേഷ് ചേട്ടനെ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് പരിചയമില്ല. പക്ഷെ ഭയങ്കര ഒരു ആത്മബന്ധം ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് സുരേഷ് ചേട്ടനായിട്ട്. അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. തുടർന്നും സുരേഷ് ചേട്ടൻ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം 2 തവണ നിന്ന് ഇത് 3-ാം തവണയാണ്. അപ്പൊ അടുത്ത തവണയും സുരേഷ് ചേട്ടൻ നിൽക്കണം അല്ലെങ്കിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, ഓഫ്കോഴ്സ്. അത് പക്ഷെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്നൊക്കെ കണ്ടറിഞ്ഞ് പിന്നെയും ജനങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കുമല്ലോ. ബി ജെ പി ഭരണം തുടർച്ച വരത്തില്ല, ഇങ്ങനെ ബി ജെ പിക്ക് ആണെങ്കിൽ വോട്ട് കുത്തരുതെന്നൊക്കെ ഉള്ള ഒരു രീതി ആൾക്കാർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. അത് നാടിനെ ബാധിക്കും, നമ്മുടെ കേരളത്തിനെ ബാധിക്കും, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പം അതിനെല്ലാം തിരിച്ചടിയായിക്കൊണ്ടാണ് NDA എന്ന് പറയുന്ന BJP സർക്കാർ കേരളത്തിലോട്ട് വന്നത്. അപ്പൊ അതിനെ പേഴ്സണലായിട്ട് എങ്ങനെയായിരുന്നു കാണുന്നത്? ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ പുതിയ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളതാണല്ലോ. അത് ഏത് കാര്യത്തിലാണെങ്കിലും വരട്ടെ നമുക്ക് നോക്കാം. എന്തുണ്ടെങ്കിലും നമുക്ക് നേരിടാമല്ലോ. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് എന്നുള്ള പോലെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. താങ്ക് യു.